അസ്സലാമു അലൈക്കും. നാസ് ഇന്നോവേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടൊരു വീഡിയോ ഇടുകയാണ്. ഞാനിന്ന് വന്നിട്ടുള്ളത് നാസിൻ്റെ ഒരു പുതിയ പ്രൊഡക്റ്റായിട്ടുള്ള നാസ് മാജിക് മസാല പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ബിരിയാണിക്ക് വേണ്ടിയിട്ട്, എക്സ്പെഷ്യലി ബിരിയാണിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മസാലയാണിത്. ഇതുകൊണ്ട് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു പ്രസൻറ്റേഷനാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി അത് കേൾക്കുക. അപ്പോൾ നമ്മളെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ, പ്രത്യേകിച്ച് ആരെങ്കിലുമൊക്കെ വിരുന്ന് വന്നാലോ അല്ലെങ്കിൽ പ്രത്യേക ദിവസങ്ങളിലോ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ബിരിയാണി എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു വിഭവമാണ്. അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയത്തെ ഒരു ജോലിയുണ്ട്. അതായത് ഉള്ളി തൊലിക്കൽ, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സെപ്പറേറ്റ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സമയം അതിനാവശ്യമാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് കണ്ടെത്തിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് എല്ലാ ഇൻഗ്രീഡിയൻറ്റും അടങ്ങിയിട്ടുള്ള ഒരു മസാല. ആ മസാല കൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഏതറിയാത്തൊരു കൊച്ചു കുട്ടിക്ക് പോലും ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു മസാലേൻ്റെ പ്രത്യേകത. അത് ഉപയോഗിച്ച് ഞാൻ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നതാണ് ഇവിടെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അതിന് നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസിൻ്റെ മാജിക് മസാല ഒരു 200 ഗ്രാം ആണ്. 1 കിലോ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് 200 ഗ്രാമിൻ്റെ മസാല വേണം. അതേപോലെ തന്നെ അതിലേക്ക് പിന്നെ വേണ്ടത് ചിക്കന്, അരി, കുറച്ച് തൈര് വേണം, പിന്നെ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി പൊരിച്ചത് വേണമെങ്കിൽ കുറച്ച്, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. ബാക്കി വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് വെള്ളവും തൈരും മാത്രം ഉപയോഗിച്ച് ഈ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സ്റ്റൗ കത്തിക്കുക. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബിരിയാണി വെക്കാനുള്ള പാത്രം വെക്കുകയാണ്. നമ്മൾ ഈ ചെമ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 400 മില്ലിയാണ് നമ്മൾക്ക് 1 ലിറ്റർ 1 കിലോ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടത്. ആ വെള്ളം നമ്മൾ ഒഴിക്കുകയാണ്. ഓക്കെ, ഇനി അതിലേക്ക് കുറച്ച് തൈര് വേണം. നേരത്തെ പറഞ്ഞ 100 ഗ്രാം തൈരാണ് 1 കിലോ ബിരിയാണിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. 100 ഗ്രാം തൈര് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളെ മാജിക് മസാലയാണ്. മസാല ഇടാൻ പോവാണ്. 200 ഗ്രാം മസാല തൂക്കി വെച്ചതാണിത്. അത് ഇതിനകത്ത് മിക്സ് ചെയ്യാം. ഇത് നല്ലോണം ഒന്ന് കട്ട പോണത് വരെ ഒന്ന് മിക്സ് ആക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ലെഗ് പീസ് മാത്രമേ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിലേക്ക് ഇടുകയാണ്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെക്കണം. നല്ലോണം മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇനി ചിക്കന് നമ്മൾ അടുപ്പത്ത് വെച്ചു. ഇനി ഇതൊന്ന് വേവിക്കണം. ചിക്കൻ ഒന്ന് 2 തള ആവുമ്പോഴേക്കും ചിക്കൻ ഏകദേശം 80-85% വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇറച്ചിയോടെ ഒന്ന് വേവട്ടെ. അപ്പോഴേക്കും നമ്മൾ അതിലേക്ക് ഇടാനുള്ള ചോറ് റെഡിയാക്കാം. നമ്മൾ ഇവിടെ നെയ്ച്ചോറ് വെച്ചിട്ടാണ് ഇടുന്നത്. 2 രൂപത്തിലും ചെയ്യാം. നമ്മൾ നെയ്ച്ചോറ് വെച്ചിട്ടും ഇടാം, വറ്റിച്ചിട്ടും ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഊറ്റിയിട്ടും സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ഇടാം. അവിടെ ഇനിയും ഒന്നും മാറ്റില്ല. ഇനി സാധാരണ നമ്മൾ ബിരിയാണി ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ട വെള്ളം 1 കിലോ കോളം റൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കോളം റൈസിലേക്ക് നമ്മൾ അതിൻ്റെ 1.5 ഇരട്ടി വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഒഴിക്കുകയാണ് ഫസ്റ്റ്. ഇനി അതിലേക്ക് വേണ്ട അത്യാവശ്യ മസാലകൾ ഇടുന്നുണ്ട്. ഇനി തീ കത്തിക്കാം.
ഓഫല്ലേ? ചിക്കൻ ഒന്ന് മൂടി വെച്ച് നമ്മൾ വേവിക്കണം. ചിക്കനും അരിൻ്റെ വെള്ളവും രണ്ടും നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് ഒന്ന് പെട്ടെന്ന് തിളക്കാൻ വേണ്ടി. നമ്മൾ വെള്ളം നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട്. നമ്മൾ അരി ഇടാൻ പോവാണ്. ഞാൻ കോളം റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കിലോയാണ് ഇടുന്നത്. ഇതിനകത്ത് നമ്മൾ നെയ്ച്ചോറ് വെക്കാൻ വേണ്ട മസാലകളാണ് ഇട്ടിട്ടുള്ളത്. മസാലകൾ ഒരു 5 ഏലക്കായ ഇട്ടിട്ടുണ്ട്, ഒരു 3-4 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്, ഒരു 2 കഷ്ണം, ഒരു 1 ഇഞ്ചിൻ്റെ 2 കഷ്ണം പട്ട ഇട്ടിട്ടുണ്ട്. ഇത്രയും സാധനം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബാക്കി പിന്നെ ഉപ്പുമാണ് ഇടുന്നത്. അരി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടണം. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ആ വെള്ളത്തിലേക്കും അരിയിലേക്കും വേണ്ട ഉപ്പ്. അപ്പോൾ നമുക്ക് അരി ഫുള്ളായിട്ട് അടുത്ത ഉപ്പിടുകയാണ്. ഉപ്പ് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇറച്ചി ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് മസാലയൊക്കെ വെന്ത് അത്യാവശ്യം നല്ലൊരു വാസനയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പുണ്ടോയെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം ഉപ്പ് നമ്മൾ മസാലയിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് നമ്മളൊന്ന് നോക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇതിൽ ഉപ്പ് പിന്നെ ഇപ്പം പാകമാണ്. ഒന്ന് നല്ലോണം ചെറുതായിട്ട് ഒന്നും കൂടി വേവട്ടെ. ഒരു 100 മില്ലി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഓയിലോ നെയ്യോ എന്താ വേണ്ടിച്ച് ഒഴിക്കാം. ഞാൻ ആദ്യം കുറച്ച് ഓയിൽ ഒഴിക്കണ്ടായിരുന്നു, അത് ഒഴിച്ചില്ല, മറന്നതുകൊണ്ട് ഞാൻ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറിൽ ഏകദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വറ്റി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് അതവിടെ അടച്ച് വെച്ചാൽ മതി. വെള്ളം ഇപ്പോൾ ഏകദേശം വറ്റി. ഇനി ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അരി ശരിക്കും വേവും. ആ ചൂടോടെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെച്ചാൽ മതി. പിന്നെ നമ്മളെ ഇറച്ചി ഏകദേശം വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ദമ്മിടണ പ്രോസസ്സേ ബാക്കിയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഏതാണ്ട് ആയിട്ടുണ്ട്. പിന്നെ ഇത് തലശ്ശേരി ദം ബിരിയാണിയാണ്. സാധാരണ ബിരിയാണി ഉണ്ടാക്കാൻ നമ്മൾ ഒരുപാട് ടൈം എടുക്കില്ല. ഇതിപ്പോൾ ശരിക്കും കഴിഞ്ഞു പരിപാടി. ഇനി ദമ്മിടുക, ഒരു 15 മിനിറ്റ് ആ ആവി പോവാതെ ഇത് അടച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് ഉണ്ടാക്കാൻ അറിയാത്ത ആളുകൾക്കും വളരെ കുറഞ്ഞ സാധനം, കുറച്ച് തൈര്, കുറച്ച് പച്ചവെള്ളം, ഒരു 400 ml 100 ഗ്രാം തൈര്, 400 ml പച്ചവെള്ളം, അതേപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മല്ലി ചപ്പ് കാര്യങ്ങളൊക്കെ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി ദമ്മിടുന്ന സമയത്ത് ഇടാം. അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലെങ്കിലും ബിരിയാണി നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി വെക്കുക. ഞാനിത് ദമ്മിടുന്നതും കൂടി ഇനി കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ ചോറ് ദമ്മിടാൻ പോവാണ്. ബിരിയാണി ദം ബിരിയാണി ആണല്ലോ. അപ്പോൾ നമ്മൾ ദമ്മിടാം, എങ്ങനെ നോക്കാം. നമ്മളെ ഇറച്ചിയൊക്കെ ഒന്ന് ഇതായി കണ്ടീഷനിലാണുള്ളത്. ഇനി നമുക്ക് നമ്മൾ റൈസ് നെയ്ച്ചോറ് വെച്ചത് നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം. ബിസ്മില്ലാ. ഒന്ന് പരത്തിയിടുക. ഇപ്പോൾ തീയൊക്കെ ഓഫാണ് കേട്ടോ. തീയെല്ലാം ഓഫാണ്. ഇത് ഞാൻ ഇതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ പാത്രങ്ങളൊക്കെ വരുത്തിയതാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രഷർ കുക്കറിലോ ഒക്കെ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രത്യേക പാത്രം ഹൈദരാബാദിൽ നിന്ന് വരുത്തിയതാണ്. ഇത് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്താൽ ഈ പേഴ്സണലിൽ വന്നാൽ ഇതൊക്കെ വാങ്ങാൻ പറ്റും. ഇത് നല്ല കട്ടിയുള്ള ഉരുളിനേക്കാളും കട്ടിയുള്ള പാത്രമാണ്. അപ്പോൾ ദമ്മ് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് മല്ലിയില ഇങ്ങനെ തൂവിയിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ ചെയ്താൽ മതി. ഇത് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ചെമ്പ് പൊട്ടിക്കുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച്. ഇതൊരു ഗാർണിഷിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഉള്ളി പൊരിച്ചതും അതേപോലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി പൊരിച്ചതൊക്കെ റെഡിമെയ്ഡ് അവൈലബിൾ ആണ്, ആവശ്യമുള്ളവർക്ക് ചോദിക്കാം. പിന്നെ ഇൻബോക്സിൽ വന്നാൽ ഉള്ളി പൊരിച്ചതൊക്കെ നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടും. നമ്മൾ എണ്ണ ഒന്നും ഉപയോഗിച്ച് പൊരിക്കേണ്ട ആവശ്യമില്ല. നല്ല ഫ്രൈഡ് ഒനിയൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇനി നല്ല തലശ്ശേരി നാസിൻ്റെ തന്നെ നല്ല തലശ്ശേരി ബിരിയാണീൻ്റെ ഒരു മസാലയാണ്, ബിരിയാണി മസാലയാണ്. അതും നമുക്ക് അവൈലബിൾ ആണ്. ഇതും കൂടി ഒന്ന് തൂവിട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെ ഒരു വാസനക്കും ഇതിനും വേണ്ടിയിട്ട് ചെയ്യണതാണ്. കുറച്ച് നെയ്യ് വളരെ കുറച്ച് ഒരു 2 സ്പൂണ് 1 സ്പൂണൊക്കെ മതി. അതേ ഉള്ളൂ ഇവിടെ, എൻ്റെ അടുത്തും അതേ ഉള്ളൂ, ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 100 മില്ലി ഓയിൽ ഒഴിക്കണം മുകളിൽ, ചോറിനൊരു ഉതിർച്ചയൊക്കെ കിട്ടാനും. ഒരു 100 മില്ലി ഇല്ല, കുറച്ചേ വേണ്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ദം ചെയ്യുന്ന രീതിയാണ്. അതിന് നമുക്ക് ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് ആ അടപ്പ് വെക്കുക. അടിയിൽ ചെറിയൊരു ഫ്ലെയിം, ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് കത്തിക്കുക. എന്നിട്ട് സിമ്മാക്കിയിട്ട് ഒരു 5 മിനിറ്റ് കത്തിക്കുക. അപ്പോൾ നമ്മൾ ദമ്മ് ചെയ്യാൻ പോവുകയാണ്. ദമ്മ് ചെയ്യാൻ വേണ്ടി ഒരു തുണി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ദമ്മ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു തുണി നനച്ചിട്ട് ഇതേപോലെ ചുരുട്ടിയിട്ട് നമ്മളിങ്ങനെ വെക്കുകയാണ്. ആവി പോവാതെ കുറച്ച് സമയം ഒന്ന് നിൽക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തുണി നനച്ചിട്ടുണ്ട്, ഇങ്ങനെ വെച്ച് കൊടുക്കുക ദമ്മിന് വേണ്ടിയിട്ട്. ഇങ്ങനെ വെച്ച ശേഷം നമ്മൾ ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവി പോകാതിരിക്കാൻ ഒരു തുണിയാണ് വെച്ചിട്ടുള്ളത്. തുണി നനച്ചിട്ട് ഇങ്ങനെ റൗണ്ടിൽ വെച്ചാണ്. ഇനി നമ്മൾ അതിൻ്റെ മൂടി വെച്ചിട്ട് അമർത്തണു, ജസ്റ്റ് അമർത്തി വെക്കണു, ഇങ്ങനെ അമർത്തി വെക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് വെയിറ്റ് വെക്കാം. ഒരു വെയിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പാത്രത്തിൽ വെള്ളം നിറച്ച് വെക്കുക. അപ്പോൾ ആവി പോകില്ല. ഇനി നമുക്ക് അടിയിൽ ചെറുതായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കത്തിക്കണം. ആവി നിറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കത്തിക്കാൻ പോവാണ്. ഇവിടെ ഈ മൂടിയും അങ്ങനെ തൊട്ട് നോക്കി കഴിഞ്ഞാൽ ഇതിന്മേൽ തൊടാൻ പറ്റാത്ത ചൂടിലേക്ക് മൂടി വരും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്താൽ പിന്നെ ഒരു 10-15 മിനിറ്റ് അങ്ങനെ നിന്നാൽ മതി. പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് സെർവ് ചെയ്യാൻ പറ്റും. ദമ്മ് തുറന്നു നോക്കാൻ പോവുകയാണ്. നമുക്കൊന്ന് വിളമ്പി നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നുകൂടിയും പറയുകയാണ്, ഈ നാസ് മാജിക് മസാല ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു 5-6 തരം കറികൾ ഇതുകൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. വീട്ടിൽ വളരെ എളുപ്പത്തിൽ, വീട്ടിൽ കുട്ടികൾ സ്കൂൾക്ക് പോകാനുള്ള, ഒരു ഓഫീസിലേക്ക് വർക്കിന് പോകാനുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് 3-4 ഐറ്റം കറികൾ, 5-6 ഐറ്റം അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ തുടർന്ന് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇനി ഉള്ളി തൊലിക്കുകയെ, പിന്നെ പച്ചമുളക് അരിയെ, അതുപോലെ തന്നെ വെളുത്തുള്ളി തൊലിക്കുക, ഇങ്ങനത്തെ പണികളൊക്കെ നമുക്ക് കണ്ട് ഒഴിവാക്കാം. ഈ ഒരു മസാല വീട്ടിലുണ്ടായാൽ മതി. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ പിന്നെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻബോക്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സാധനം അവൈലബിൾ ആവും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കുറേ പ്രൊഡക്റ്റുകൾ വേറെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഈ ഓൺലൈനിലെ ഈ ഒരു സൈറ്റിലൂടെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ ക്ഷമയോടുകൂടെ ഈ ഒരു കണ്ട എല്ലാവരും ഇതൊന്ന് വാങ്ങി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും നല്ലൊരു പുതിയൊരു ചേഞ്ച് ആയിരിക്കും ഇത് നമ്മളെ കുക്കിങ്ങിൻ്റെ അനുഭവത്തിൽ. കാരണം ഏതറിയാത്ത ആളുകൾക്കും ഇത് ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റിൽ കറി ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് കാറ്ററിംഗ് നടക്കുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ ഹോട്ടലുകൾ നടത്തുന്ന ആളുകൾക്കൊക്കെ ബിരിയാണി വെക്കാനൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ബിരിയാണി തയ്യാറാക്കാനും, കല്യാണ പരിപാടികൾ അങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ ലേബറെ കുറക്കാൻ പറ്റും. ഈ ലേബറെ കുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കല്യാണം നടക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ പിന്നെ തലേന്ന് പോയിട്ട് നമ്മൾ ഉള്ളി തൊലിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലേ സാധാരണ. അപ്പോൾ 2-3 പണിക്കാർ അതിന് വേണ്ടി മാത്രമേ നമ്മൾ വെക്കും. അതേസമയം ഇത് ഉപയോഗിച്ച് നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കല്യാണത്തിൻ്റെ ദിവസം രാവിലെ പോയിട്ട് കുറച്ച് മസാലയും കൊണ്ട് പോയിട്ട് കുറഞ്ഞ 1-2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഫുള്ള് ദം ഇട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോരാൻ പറ്റും. അത്രയും സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുക. ഇത് ക്ഷമയോടെ കേട്ട എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.